ശില്പ, ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് എത്ര പേരാണെന്ന് അറിയാമോ? 95,500-ലധികം ഭക്തരാണ്. നമുക്ക് കഴിഞ്ഞ 4 ദിവസത്തെ ശരാശരി കണക്കെടുത്തു കഴിഞ്ഞാൽ 1,00,000-ഓളം ഭക്തർ ഭഗവാനെ ദർശിക്കാൻ എത്തി എന്നുള്ളതാണ്. വരുമാനത്തിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഇത്ര ദിവസം കൊണ്ട് മാത്രം 85 കോടിയാണ് റെക്കോർഡ് വരുമാനമാണത്. സന്നിധാനത്തിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം അതായത് ശില്പ, അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അരുൺ കൊടുങ്ങൂരിലേക്ക് പോകാം അല്ലെ? അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, അയ്യന്റെ സന്നിധിയിൽ നിന്നാണ് ഇന്ന് നമുക്ക് ലൈവ് തരുന്നത്. ഞങ്ങൾ ഇപ്പോൾ കാട്ടിൽമേക്കതിൽ ദേവിയുടെ സന്നിധിയിൽ നിന്നാണ് പുത്തൻപുള്ളരെ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അതിന് ഒരു കുറവുമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും ഇന്നലെ എത്ര പേരാണ് അയ്യനെ കാണാൻ എത്തിയതൊപ്പം ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർക്ക് കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുന്നുണ്ടോ അരുൺ? ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്നലെ 95,000-ലധികം ഭക്തർ ഭഗവാനെ കാണാനായി ഈ 18-ാം പടി കയറ്റി ഈ തിരുമുറ്റത്തേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായ കണക്കാണ്. അതെന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തിരക്കാണ് ഭഗവാന്റെ മുന്നിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിലും തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ ചോദിച്ച പോലെ തന്നെ തിരക്ക് നിയന്ത്രണമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. പക്ഷേ പൂർണ്ണമായും തിരക്ക് നിയന്ത്രിക്കാനാകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും പറയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സേനകളുടെ ഒരു ഇടപെടലാണ്. കഴിഞ്ഞ ദിവസവും മരക്കൂട്ടത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ കേന്ദ്ര സേനകളുടെ കൃത്യമായ ഇടപെടൽ, പ്രത്യേകം പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും RAFന്റെ പ്രത്യേക സംഘം, QRT സംഘം കൂടി അവിടേക്ക് എത്തിക്കൊണ്ട് ഈ തിരക്ക് നിയന്ത്രണം കൃത്യമായി തന്നെ കാര്യക്ഷമമായി തന്നെ നടത്താനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 18-ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ ഒരു വർധനയുണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ 1 മിനിറ്റിൽ 60ഓളം ഭക്തരായിരുന്നു കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരാശരി 70-നും 80-നും ഇടയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർക്ക് ദർശനം കിട്ടുന്നതിനുള്ള ഒരവസരം ഈ നടപ്പന്തലിലടക്കം ഭക്തരെ ഈ തടഞ്ഞു നിർത്തേണ്ട, അധിക സമയം തടഞ്ഞു നിർത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. 2-3 മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ഭഗവാനെ ദർശിക്കാനുള്ള വരികളുടെ ദൈർഘ്യമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് തുടരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ശബരിമലയിലേക്ക് ഇന്നലെ വൈകിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS എത്തിയിരുന്നു. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സദ്യ നൽകും എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരുന്നത്. അതിന് ദേവസ്വം ബോർഡ് ഇന്നലെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ആ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സദ്യ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോകാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശൗചാലയങ്ങളുടെ ഒരു അഭാവം, അതോടൊപ്പം തന്നെ ഈ തിരക്ക് നിയന്ത്രണത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. പ്രത്യേകിച്ച് പമ്പയിലാണ് ഈ തിരക്ക് നിയന്ത്രണം ഏറ്റവും കൂടുതൽ പാളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കൃത്യമായി തന്നെ മണിക്കൂറുകൾ വരി നിൽക്കുന്ന അയ്യപ്പ ഭക്തർക്ക് ഈ ദാഹജലം അടക്കം നൽകുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ വേണ്ടതാണ്. ആ ഒരു നടപടികളിലേക്കൊക്കെ തന്നെ കാര്യക്ഷമമായി എത്തേണ്ട ഒരു സമയം കൂടിയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് തിരക്കുകൾ കൂടുന്ന സമയങ്ങളാണ്. എന്തായാലും മലയാളികളടക്കമുള്ള ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകും. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് എന്നത് 5,000 തന്നെ നിജപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് മാത്രമേ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ.